Everyone, this is Aishwarya Lakshmi from Tiju's Academy, Mavelikara. And today, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈ ചാർട്ടിനെ പറ്റിയിട്ടായിരിക്കും. ഓക്കെ, സോ സ്റ്റുഡൻസിന് കോമൺലി വരാനുള്ള ഒരു ഡൗട്ടാണ് നമ്മുടെ പൈ ചാർട്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് സെൻറ്റൻസുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്നത്. അതായത് എല്ലാം ഡിഫറെൻറ്റ് കോണ്ടൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ഓഫ് ഗ്രാഫിൻ്റെ കേസിൽ കിട്ടുന്നത്. സോ അതിൻ്റെ കേസിൽ നിങ്ങൾക്കിപ്പം കമ്പാരിസൺ ചെയ്യാൻ, അതായത് രണ്ട് ഡേറ്റയുടെ കാര്യം എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് എഴുതേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസ് വരാറുണ്ട്. ഇന്നത്തെ സെഷനിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് പൈ ചാർട്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് പൈ ചാർട്ടിൻ്റെ നിങ്ങൾക്ക് ആ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദാറ്റ്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സോ ആസ് ദി ക്വസ്റ്റ്യൻ സീസ് ദ പൈ ചാർട്ട് ബിലോ ഡിപ്പിക്സ് എനർജി ജനറേഷൻ ബൈ ഫ്യൂവൽ ടൈപ്പ് ഇൻ ദ UK ഇൻ ദ ഇയർ 2014. സോ 2014 എന്ന് പറയുന്ന ടൈം പീരീഡിൽ UK പല ടൈപ്പ് ഓഫ് ഫ്യൂവൽസിൽ നിന്നുമുള്ള എനർജി ജനറേഷൻ്റെ കാര്യമാണ് പൈ ചാർട്ട് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ പറയുന്നതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. സോ ആസ് യു ഓൾ നോ, നമുക്ക് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ടാസ്ക് 1-ൽ. ദെൻ മൂവിങ് ഓൺ ടു ദ ബോഡി പാരഗ്രാഫ്സ് ആൻഡ് ഫൈനലി ദ കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറോൾ പാരഗ്രാഫിൽ നിങ്ങൾ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ആയിരിക്കണം അതിൽ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻ ഡീറ്റെയിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കമ്പാരിസൺസ് വരുന്നത്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഇതിൽ നിന്ന് മേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ബിഫോർ മൂവിങ് ഓൺ ടു ദാറ്റ്, ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്താണ്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിനകത്ത് ഓരോരോ പോർഷൻസ്, അതായത് ഈ പൈ ചാർട്ടിൽ ഇനി സർക്കുലർ ഫോമിൽ ഓരോരോ പോർഷൻസും ഓരോ കാര്യങ്ങളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഫിഗറിൽ എന്ത് കാണാം നിങ്ങൾക്ക്, ദാറ്റ് ഈസ് ഓയിൽ ആൻഡ് അതർ, റിനവബിൾസ്, ന്യൂക്ലിയർ, ഗ്യാസ് ആൻഡ് കോൾ. സോ ഇത്രയും കാര്യങ്ങളിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഓരോരോ പ്രപ്പോർഷനിൽ ഓരോരോ പാർട്സിലായിട്ട് നമുക്ക് ഈ പൈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഓരോ ടൈം പീരീഡാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് 2014 എന്ന് പറയുന്ന ഒരു ഇയറും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇൻ ഡീറ്റെയിൽ അതിനകത്ത് എന്താണ്, കോൾ എത്ര പെർസെൻറ്റേജ് ആണ്, ഗ്യാസ്, ന്യൂക്ലിയർ, സോ ഓരോന്നും എത്ര പെർസെൻറ്റേജ് ആണ് ഈ ടോട്ടൽ എനർജി പ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷനാണ്. സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് ദ പൈ ചാർട്ട്. ചാർട്ടിനെ നിങ്ങൾ ഒരിക്കലും മാറ്റരുത്, അത് റീഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ദ പൈ ചാർട്ട് ഡിപ്പിക്സിന് പകരം ബിലോ ഡിപ്പിക്സ് എന്ന് പറയില്ല, കാരണം ആൻസർ എഴുതുന്ന ടൈമിൽ നിങ്ങളുടെ ഫിഗറിൻ്റെ താഴെ, നിങ്ങൾ എഴുതാൻ പോകുന്ന ആൻസറിൻ്റെ താഴെ ഒരിക്കലും ഫിഗർ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബിലോ ഡിപ്പിക്സ് അല്ലെ ദിസ് പൈ ചാർട്ട് എന്നൊക്കെ സ്റ്റുഡൻസ് കോമൺലി പാരഫ്രൈസ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ റീഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ അതേപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആൻസർ ചെയ്യുന്ന പേപ്പറിൽ എന്തില്ല, അതിനകത്ത് ഫിഗർ ഇല്ല. അതുകൊണ്ടാണ് ഈ ദിസ് ഫിഗർ അല്ലെങ്കിൽ ബിലോ ഡെപ്പിക്സ് അതൊന്നും ആൻസർ ഷീറ്റ് എഴുതുന്ന ടൈമിൽ അതിൽ പാരഫ്രൈസിങ് വേണ്ട. ഡയറക്റ്റ് ആയിട്ട് എഴുതിപ്പോയി എങ്ങനെ നിങ്ങൾക്ക് എഴുതാം, ദ പൈ ചാർട്ട് ഡിസ്ക്രൈബ്സ് അല്ലെ ഇല്ലുസ്ട്രേറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു സിനോണിം കൊടുക്കുക. സോ എനർജി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഫ്രം കോൾ, ഗ്യാസ്, ന്യൂക്ലിയർ, റിനവബിൾ, ഓയിൽ ഇൻ ദ ഇയർ 2014 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യാം, പാരഫ്രൈസ് ചെയ്തെടുക്കാം. പാരഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നുമാണ് വന്നതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഏതൊക്കെയാണ് സോഴ്സ് എന്നുള്ളത് നമ്മുടെ പിക്ചർ റെപ്രസെൻറ്റേഷനിൽ നിന്ന് ഓരോന്നും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ റെപ്രസെൻറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അത് പിക്ക് ചെയ്തിട്ട് എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ പറയാം. യൂണിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾ ബോധേഡ് ആകേണ്ട കാര്യമില്ല, കാരണം യൂണിറ്റ് ഒന്നും ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പോകുന്നത്. സോ ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ സെഷൻസ് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റുന്നത് എന്നുള്ളത്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫിഗറിൻ്റെ കേസിൽ, ഈ ഒരു പിക്ചറിൻ്റെ കേസിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ട്രക്ചേഴ്സ്, സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് എങ്ങനെ ഫോം ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, സോ ആസ് യു ഓൾ സീ ദാറ്റ് ഫസ്റ്റ് എന്താണ് നമുക്ക് പറഞ്ഞ ഓരോ സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത എനർജിയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കി നമുക്ക് മനസ്സിലാവും എന്താണ്, എനർജി produced by oil accounted for 4% of the total energy in 2014. So 2014 എന്ന് പറയുന്ന ടൈം പീരീഡിൽ ടോട്ടൽ എനർജി കൊടുത്തിട്ടുണ്ട്. അതിൽ 4% എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓയിലിൽ നിന്നും വന്ന എനർജി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഓയിലിൽ നിന്ന് വന്നതാണ് 4% ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ആസ് യു ക്യാൻ സീ ഫ്രം ദി പിക്ചർ, ദാറ്റ് ഈസ് ഈ ബ്ലൂ കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഓയിൽ എന്ന് പറഞ്ഞ ഓയിലിനെയാണ് ഈ ബ്ലൂ കളറിൽ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് 4% എന്ന് പറയുന്നതാണ് ഓയിലിൽ നിന്നും
വന്നത്. അതാണ് നമ്മളുടെ ആദ്യത്തെ സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഇതെല്ലാം ഓരോ കാര്യങ്ങളും ഓരോന്നിനെക്കുറിച്ച് പറയുന്നു. ഓരോ സെൻറ്റൻസുകളും ഓരോ കാര്യങ്ങളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് സെൻറ്റൻസ്, ദാറ്റ് ഈസ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ റിന്യൂവബിൾസ് മെയ്ഡ് അപ്പ് 50% ഓഫ് ദി ടോട്ടൽ എനർജി ഇൻ 2014. ആ സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ്, പക്ഷേ നമ്മളുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആയിട്ടുണ്ട്. മറ്റേ ഓയിൽ ആണെങ്കിൽ ഇവിടെ റിന്യൂവബിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ സെയിം സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെയല്ല വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ കേസിലാണ് എങ്ങനെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഓയിൽ അക്കൗണ്ടഡ് ഫോർ 4% എന്നാണ് കൊടുത്തിരിക്കുന്നത്. സിമിലർലി ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് സെൻറ്റൻസ് എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ റിന്യൂവബിൾസ് മെയ്ഡ് അപ്പ് 15% എന്നാണ് കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ടഡ് ഫോർ 4% എന്നാണെങ്കിൽ ആ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാതെ മെയ്ഡ് അപ്പ് 15%, അതായത് ഇൻ ടോട്ടൽ റിന്യൂവബിൾസിന് എത്ര ഉണ്ട്, 15% റിന്യൂവബിളിൽ നിന്ന് വന്ന എനർജിയാണെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ പവറിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. So you can see that energy produced by nuclear power constituted 22.5% of the total energy in 2014. So 2014 22.5% എവിടെ നിന്ന് വന്നതാണ്, ടോട്ടൽ എനർജിയിൽ ന്യൂക്ലിയർ പവറിൽ നിന്നും വന്നതാണ്. ഓക്കെ, സോ എല്ലാ സെൻറ്റൻസുകൾ, സോ വാട്ട് ഐ മെൻ ടു സേ ഇസ് ദാറ്റ് നമ്മൾ എല്ലാ സെൻറ്റൻസുകളും ഒരേ രീതിയിൽ തന്നെ ഒരേ ഫോമാറ്റിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഡിഫറെൻറ്റ് വൊക്കാബുലറീസും ഡിഫറെൻറ്റ് രീതിയിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു സെൻറ്റൻസ്, ഇപ്പോൾ പൈ ചാർട്ടിൻ്റെ കേസിലായിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആയിക്കോട്ടെ, ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ അടുത്ത സെൻറ്റൻസ് എഴുതാൻ ശ്രമിക്കരുത്. ഡിഫറെൻറ്റ് വൊക്കാബുലറീസും ഡിഫറെൻറ്റ് രീതിയിലും ആ സെൻറ്റൻസിനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് അവിടെ ഫോം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ദാറ്റ്, അങ്ങനെ തന്നെ ചെയ്യുക. കാരണം എക്സാമിനേഷൻ വ്യൂവിൽ നിങ്ങൾ പുതിയതായിട്ടൊരു സ്ട്രക്ചർ എഴുതാൻ ശ്രമിക്കുക, അവിടെ ഇൻകറക്റ്റായിട്ട് വരും. സോ അത് നിങ്ങളുടെ മാർക്കിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസിങ് ടൈമിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക റൈറ്റിംഗ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെൻറ്റൻസ്, വേറൊരു രീതിയിൽ ആ സെൻറ്റൻസിന് നമുക്ക് എഴുതാം, എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ കോൾ കംപ്രൈസ് 28.4%. അതായത് കോളിൽ നിന്നും വന്ന എന്താണ്, 28.4%. ഗ്യാസ് അക്കൗണ്ടഡ് ഫോർ 30.1% ഓഫ് ദി എനർജി പ്രൊഡക്ഷൻ 2014. സോ ഗ്യാസിൻ്റെ കേസിൽ എന്താണ്, 30.1% ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓരോ കാര്യങ്ങൾ ആ ഒരു പൈ ചാർട്ടിൽ ഏകദേശം എന്താണ് 5 എനർജി പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. എന്ത് കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫ്യുവൽ ടൈപ്സ് എത്ര ഉണ്ട്, 5 ഉണ്ട്. സോ അത്രയും 5 എണ്ണത്തിൻ്റെ കാര്യം നമ്മൾ എന്താണ് 5 രീതിയിൽ ആ സെൻറ്റൻസിനെ നമ്മൾ എഴുതിയേക്കാണ്. അപ്പം നിങ്ങളുടെ പൈ ചാർട്ട് എഴുതുന്ന ടൈമിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. കാരണം എല്ലാത്തിലും ഒരേ ടൈപ്പ് ഓഫ് വൊക്കാബുലറീസ് അല്ല നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് വൊക്കാബുലറീസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഓയിൽ അക്കൗണ്ടഡ് ഫോർ 4% എന്നായിരുന്നു നിങ്ങളുടെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. സോ സെക്കൻഡ് ലൈനിലേക്ക് വന്ന ടൈമിൽ എന്താണ്, അത് മാറി മെയ്ഡ് അപ്പ് ഫോർ 15% ഓഫ് ദി ടോട്ടൽ എന്നാണ് വന്നിരിക്കുന്നത്. സോ തേർഡ് സെൻറ്റൻസ് വന്നപ്പോഴെന്താണ്, കോൺസ്റ്റിറ്റ്യൂട്ടഡ്. സോ എല്ലാത്തിൻ്റെയും കേസിൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൊക്കാബുലറീസ് ആണ് നിങ്ങളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വൊക്കാബുലറീസ് ഡിഫറെൻറ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാൻഡ് സ്കോർ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എല്ലായ്പ്പോഴും നിങ്ങൾ എഴുതുന്ന ടൈമിൽ, ഓരോ പ്രാവശ്യം നിങ്ങൾ റൈറ്റിംഗ് ചെയ്യുന്ന ടൈമിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഇൻകറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെ ഡേറ്റ പ്രൊവൈഡ് ചെയ്യരുത്, കറക്റ്റായിട്ടുള്ള രീതിയിൽ കറക്ഷൻസ് നമുക്കിപ്പം നമ്മളൊരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്ത് തരുമ്പോൾ അത് നമുക്കത് മനസ്സിലാകുമല്ലോ. സോ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യുക. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഒരു സെൻറ്റൻസ്. ഇതിപ്പോൾ ഓരോ കാര്യങ്ങളും എന്താണ് നമ്മൾ എടുത്തെടുത്ത് പറയുകയാണ്, ഓരോ കോണ്ടന്റ് എന്തായിരുന്നു ആ ഫിഗറിൽ അതിനെ എടുത്തെടുത്ത് പറഞ്ഞ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ യൂസ് ചെയ്തു. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇതിലെ ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞെങ്കിലും ഇതിപ്പോൾ 2 എണ്ണത്തിൻ്റെ, ഇപ്പോൾ കോൾ എടുത്തു, ന്യൂക്ലിയർ പവർ എടുത്തു, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെ പറയാമെന്നാണ് നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെ 2 എണ്ണത്തിൻ്റെ കാര്യം ഒരു സെൻറ്റൻസിൽ പറയും. കാരണം നിങ്ങൾക്കറിയാം ടാസ്ക് 1ൻ്റെ കേസിൽ നിങ്ങൾക്കൊരു വേർഡ് ലിമിറ്റ് ഉണ്ട്. ആ വേർഡ് ലിമിറ്റ് എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സെൻറ്റൻസുകളും ഇങ്ങനെ പറക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പാരിസൺസ് വരത്തില്ല. ഇവിടെ കമ്പാരിസൺസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്ട്രക്ചേഴ്സും ഇത് എഴുതാനുള്ള രീതിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇൻ ദാറ്റ് കേസ് യു ഹാവ് ടു ഫോക്കസ് ഇൻ ദാറ്റ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് എഴുതുന്നുള്ളത്. ഓക്കെ, ദ എനർജി പ്രൊഡക്ഷൻ ഇൻ ദ UK comprised 4% oil, 15% renewables, 22.5
nuclear power, 28.4 coal and 30.1% gas in 2014. സോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് യു കെയിലെ എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് പറയുന്നത്. അല്ല ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ പിക്ക് ചെയ്ത് ഓരോരോ സെൻറ്റൻസ് ആക്കി പറയുന്നില്ല, എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സെൻറ്റൻസ് നമ്മളങ്ങ് എഴുതുന്നു. അതാണ് ഇവിടെ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. കാരണം നിങ്ങൾക്ക് വേർഡ് കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റിയെന്ന് വരില്ല. സിമിലർലി ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ്, ഇൻ 2014 coal and gas accounted for 28.4% and 30.1% of energy production in the UK. സോ യു കെയുടെ കേസിലാണെങ്കിൽ കോളിൽ നിന്നും പിന്നെ ഗ്യാസിൽ നിന്നും വന്ന എനർജി പ്രൊഡക്ഷൻ്റെ കേസാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, കോളിൽ നിന്നും എനർജി പ്രൊഡക്ഷൻ്റെ കേസാണ് നമ്മളവിടെ പറയുന്നത്. സിമിലർലി ഇൻ ദ കേസ് ഓഫ് തേർഡ് സെൻറ്റൻസ്, ഒരു തേർഡ് സെൻറ്റൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. ദ പെർസെൻറ്റേജ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഓയിൽ വാസ് 4% ഇൻ ദ യു കെ ഇൻ 2014. അതായത് 2014 യു കെയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത എനർജിയുടെ റേഷ്യോ എത്രയായിരുന്നു, പെർസെൻറ്റേജ് എത്രയായിരുന്നു, 4 ആയിരുന്നു. അപ്പം നേരത്തെ ഡിസ്കസ് ചെയ്ത സെൻറ്റൻസിൽ നിന്നും കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ട് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസിനെ നമ്മളിവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളാണ്, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന മനസ്സിലാകും നിങ്ങൾ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മളുടെ എങ്ങനെയാണ് പോയത്, സെക്കൻഡ് സെൻറ്റൻസ് എങ്ങനെയാണ് വന്നത്, രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു അത്രയും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ ലൈക്ക് വൈസ് ഇൻ ദ ലാസ്റ്റ് സെൻറ്റൻസ്, നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ കേസിൽ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പാരഫ്രൈസ് ചെയ്തേക്കുവാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ദ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ ഫ്യൂവൽ ടൈപ്പ് ഇൻ ദ യു കെ ഇൻ 2014. അതായത് ഇപ്പോൾ ജസ്റ്റ് ഇതെന്താണ്, ഇതൊരു ഇൻട്രൊഡക്ഷനാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെന്താണ്, ജസ്റ്റ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ എന്താണ് നമ്മുടെ ഇവിടെ ഇൻട്രൊഡക്ഷൻ്റെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷനാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പോകേണ്ടത്. ദ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ ഫ്യൂവൽ ടൈപ്പ് ഇൻ ദ യു കെ ഇൻ 2014. സോ നമ്മൾ യു കെ USA കൺട്രീസിൻ്റെ കേസിലാണെങ്കിൽ എപ്പോഴും ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദാറ്റ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് നിങ്ങൾക്കറിയാം നമ്മുടെ പൈ ചാർട്ടിൻ്റെ കേസിലാണെങ്കിൽ പെർസെൻറ്റേജ് വരുന്ന കേസിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നമ്പേഴ്സ് തന്നെ റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള വൊക്കാബ്സ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ടാസ്ക് 1 നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ എല്ലാ കേസിലും നമ്മൾ റിപ്പീറ്റഡായിട്ട് എന്ത് ചെയ്യരുത്, ഈ നമ്പേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുക. അതിന് പകരം എന്ത് ചെയ്യുക, വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ വേർഡ്സിൽ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഒരു സാമ്പിൾ എക്സാമ്പിളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദർ ഈസ് ഓയിൽ. നമ്മളെല്ലാം ഈ ഒരു സാമ്പിൾ എക്സാമ്പിൾസ് എല്ലാം സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിൻ്റെ വരുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന പൈ ചാർട്ടിൻ്റെ ഫിഗർ ഉണ്ടല്ലോ, പൈ ചാർട്ടിൻ്റെ ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇതിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓയിൽ അക്കൗണ്ടഡ് ഫോർ 4/5 ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. സോ 80% എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയാണ് 4/5 നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, production of TVs was halved during the period 2002 and 2004. 2 ഇയേഴ്സും പാസ്റ്റ് ഇയേഴ്സാണ്, അതുകൊണ്ടാണ് ഇവിടെ വോസ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് 50% എന്ന് പറയുന്നതാണ് നമ്മുടെ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50% എന്ന് പറഞ്ഞാണ് ഏതിൻ്റെയാണ്, ദാറ്റ് ഇസ് ടി വിയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കേസിലാണെങ്കിൽ 50% ആയിട്ട് കുറഞ്ഞു. ഇപ്പോൾ ഈ പൈ ചാർട്ട് ഇപ്പോൾ സാമ്പിൾ ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും, ഈ ഒരു പൈ ചാർട്ടിനെ മാത്രമല്ല ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഒരു 50% എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫാണ്. അതായത് 100ൻ്റെ ഹാഫ് ആണല്ലോ. സോ ഹാഫ് വാസ് ഹാഫ് ബിറ്റ്വീൻ ദ പീരീഡ് 2002 and 2004. Then according to the pie chart, 3/4 of imports came from India. ഓക്കെ, ഇതെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പൈ ചാർട്ടിൻ്റെ അല്ല. സാധാരണ നിങ്ങൾക്ക് ഈ പെർസെൻറ്റ് വരുന്ന കേസിൽ ഈ പെർസെൻറ്റേജിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അവിടെയാണ് ഇതേപോലെയുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത്. ഓക്കെ, 75% എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് നിങ്ങളുടെ ആൻസർ വരുന്നതെങ്കിൽ ദെയർ യു ക്യാൻ യൂസ് 3/4. 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 75%നെയാണ് 3/4 എന്ന് പറയുന്നത്. ഇവിടെ 50%ൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് വാസ് ഹാഫ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ 80 ആയതുകൊണ്ട് 4/5. സോ സിമിലർലി ഇതേപോലെയുള്ള കേസസ് വരുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യാം. ദെൻ പീപ്പിൾ പ്രിഫർ ടു ടേക്ക് ദ ബസ്. 10% ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളവിടെ പറയുന്നത്, 1/10 ഓഫ് പീപ്പിൾ പ്രിഫർ ടു ടേക്ക് ദ ബസ്. അപ്പോൾ 1/10 എന്ന് നമുക്ക് അവിടെ വേണമെങ്കിൽ
കൊടുക്കുക. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദാറ്റ്. ഇപ്പോൾ ഇതെല്ലാം എന്താണ്, സാമ്പിൾ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ കേസിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിൽ എങ്ങനെയാണ് അതിനെ ഒരു സെൻറ്റൻസിൽ എഴുതേണ്ടത്, ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും. കാരണം റിപ്പീറ്റഡായിട്ട് ന്യൂമറിക്കൽസ് റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യാതെ ഇങ്ങനെ വേർഡ്സിലും എന്ത് ചെയ്യാം, പെർസെൻറ്റേജിനെ നമുക്ക് എഴുതാം. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ലൈക്ക് വൈസ് ഇൻ ദിസ് കേസ് ഇതേപോലെയുള്ള പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് പൈ ചാർട്ടിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള വൊക്കാബ്സ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. സോ 4% എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എ ടൈനി ഫ്രാക്ഷൻ ആണ്. 4% എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിനിമലായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്, സോ ഒരു നമ്പറാണ്. ആ ഒരു കേസിൽ ടൈനി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. 24% ഓൾമോസ്റ്റ് എ ക്വാർട്ടർ. നിങ്ങൾക്കറിയാം 25% എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാർട്ടറാണ്. സോ ഏകദേശം ക്വാർട്ടറായിട്ട് നിൽക്കുന്നതാണ് ഓൾമോസ്റ്റ് എ ക്വാർട്ടർ. 25% എക്സാക്ട്ലി എ ക്വാർട്ടർ. 26 റഫ്ലി 1 ക്വാർട്ടർ. 32% നിയർലി 1/3, നിയർലി എ തേർഡ്. ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, 1 ക്വാർട്ടർ ഇത് പറയുന്നത് എന്താണ്, ഒരു ഹൈഫനേറ്റഡ് ആണ്. 1 ക്വാർട്ടർ, നിയർലി 1/3, നിയർലി എ തേർഡ്. 49% എന്ന് പറയാൻ നിങ്ങൾക്കറിയാം 50% എന്ന് പറയുന്ന ഹാഫാണ്. സോ 49% എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് അണ്ടർ എ ഹാഫ്, അല്ലെ എറൗണ്ട് എ ഹാഫ്, ഓൾമോസ്റ്റ് എ ഹാഫ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. ഏകദേശം കറക്റ്റ് ഹാഫായിട്ട് തന്നെ നിൽക്കുകയല്ല. സോ അതിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് എറൗണ്ട്, ഓൾമോസ്റ്റ്, എറൗണ്ട്, അപ്രോക്സിമേറ്റ്ലി, എബൌട്ട്, ഇതേപോലെയുള്ള അപ്രോക്സിമേഷൻ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സെൻറ്റൻസിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദ കേസ് ഓഫ് 50% എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ എക്സാക്ട്ലി ഹാഫ് എന്ന് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. 51% മീൻസ് ജസ്റ്റ് ഓവർ എ ഹാഫ്. കറക്റ്റ് 50% അല്ല, ഹാഫ് അല്ല, അതിനേക്കാളും 1% കൂടി നിൽക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഓവർ എ ഹാഫ് എന്ന് കൊടുക്കാം. ദെൻ ഇൻ ദ കേസ് ഓഫ് 73% എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത് എങ്കിൽ നിയർലി 3 quarters. 75% എന്ന് പറയുന്നതാണ് 3 quarter എന്ന് പറഞ്ഞത്. അപ്പോൾ 73 എന്ന് പറയുമ്പോൾ ഏകദേശം 75 അടുത്ത് തന്നെ നിൽക്കുകയല്ലേ, അതാണ് നിയർലി 3 quarters എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. 3 quarters എന്ന് പറയുന്ന വേർഡും ഹൈഫനേറ്റഡ് തന്നെയാണ്. 77% മീൻസ് അപ്രോക്സിമേറ്റ്ലി 3 quarter അല്ലെങ്കിൽ മോർ ദാൻ 3 quarter എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. 79% ആണെങ്കിൽ വെൽ ഓവർ 3 quarter. 3 quarter എന്ന് പറഞ്ഞാൽ 75 ആണ്. സോ 73 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ്, 77 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി. സോ 79 എന്ന് പറഞ്ഞാൽ 75 കുറച്ചും കൂടെ കൂടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വെൽ ഓവർ 3 quarters എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങളുടെ പൈ ചാർട്ടിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൈ ചാർട്ടിൻ്റെ അല്ല, ഓൾമോസ്റ്റ് ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു കണക്ക് വരുന്ന ഏതൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാലും പൈ ചാർട്ടിലാണ് കൂടുതൽ അത് വരാറുള്ളത്. ആ കേസ് ന്യൂമറിക്കൽസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാതെ ഇൻ ദാറ്റ് കേസ് നമുക്കിതും യൂസ് ചെയ്യാം. അതിന് പകരം ഇപ്പോൾ എക്സാം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ എല്ലാ സെഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. റൈറ്റിങ്ങിൻ്റെ കേസിൽ കഴിവതും വേർഡ്സ് റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ റെപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറിക്കൽസ് റെപ്രസെൻറ്റേഷനാണ് വരുന്നതെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെപ്പറ്റീഷൻ അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സിമിലർലി ഇൻ ദിസ് കേസ് 12% എന്ന് പറയുന്നത് എന്താണ്, സ്ലൈറ്റ്ലി മോർ ദാൻ 1 in 10 അല്ലെങ്കിൽ 1/10 എന്നാണ്. 1/10 10% എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി മോർ ദാൻ 1/10. ഓക്കെ, 15% ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ലെസ് ദാൻ എ ഫിഫ്ത്ത്. 23 അതായത് 20% ആകുമ്പോഴാണ് ഫിഫ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ എ ഫിഫ്ത്ത്. 23 ആണെങ്കിൽ ലെസ് ദാൻ എ ക്വാർട്ടർ. ദെൻ 28 ആണെങ്കിൽ എന്താണ്, ഒരു ക്വാർട്ടറിനേക്കാളും കൂടുതലാണ്, ദാറ്റ് ഈസ് മോർ ദാൻ എ ക്വാർട്ടർ. 32% ആണെങ്കിൽ എന്താണ്, ജസ്റ്റ് അണ്ടർ ഓർ ബിലോ എ തേർഡ്. 35% ജസ്റ്റ് ഓവർ അബവ് എ തേർഡ്. തേർഡിനേക്കാളും ജസ്റ്റ് കൂടി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, 51% ആകുമ്പോൾ എന്താ, ജസ്റ്റ് ഓവർ എ ഹാഫ് അല്ലെങ്കിൽ ഓവർ എ ഹാഫ്. 50 എന്ന് പറയുന്നതാണ് ഹാഫ്. സോ അതിനേക്കാളും കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ജസ്റ്റ് ഓവർ അല്ല ജസ്റ്റ് ഹാഫ്. ഇപ്പോൾ എല്ലാ കേസിലും ഇപ്പോൾ 3 quarter എന്ന് പറഞ്ഞാൽ 75%നെ 3 quarter എന്ന് പറയുമ്പോൾ എല്ലാ കേസിലും 75 തന്നെ കറക്റ്റ് കിട്ടണമെന്നില്ല. ഇപ്പോൾ 70 ആകാം, അല്ലെങ്കിൽ 78 ആകാം, 77. അപ്പോൾ എന്താ പറയാം, ജസ്റ്റ് ബിലോ 3 quarter അല്ല ജസ്റ്റ് അബോവ് 3 quarter. സോ ഏറ്റവും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഏറ്റവും ഒരു അപ്രോക്സിമേഷൻ വാല്യൂ നിങ്ങൾക്ക് കാണുമല്ലോ. ഓരോ ന്യൂമറിക്കൽ
ന്യൂമറിക്കൽസിലും ഇങ്ങനെ വേർഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂമറിക്കലിൽ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ അടുത്ത് അപ്രോക്സിമേഷൻ്റെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ അത് വെച്ചിട്ട് പറയാം. ഇതേപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, ജസ്റ്റ് ബിലോ അല്ലെങ്കിൽ ജസ്റ്റ് ബിലോ, അങ്ങനെയുള്ള അപ്രോക്സിമേഷൻ, അറൗണ്ട്, എബൌട്ട്, ഓൾമോസ്റ്റ്, അങ്ങനെ അപ്രോക്സിമേഷൻ വാല്യൂസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം എപ്പോഴും നമുക്ക് കറക്റ്റ് എക്സാക്ട് വാല്യൂ തന്നെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ കേസ് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെപ്പിറ്റീഷൻസ് പൈ ചാർട്ടിൻ്റെ കേസിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത്രയാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് പൈ ചാർട്ടിൻ്റെ കേസിൽ ഏതൊക്കെ വൊക്കാബുലറീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എങ്ങനെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യാം. ഇതെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഷുവർ യു വിൽ ബി ഏബിൾ ടു ബൂസ്റ്റപ്പ് യുവർ സ്കോർ. കാരണം റെപ്പിറ്റീഷൻസ് വരത്തില്ല, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ IELTSൻ്റെ ടാസ്ക് 1 എഴുതുന്ന സമയത്ത് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരെണ്ണമാണ്. നിങ്ങൾ റൈറ്റിങ്ങിൻ്റെ കേസ് നിങ്ങൾ ഒരു വേർഡിനെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് കറക്റ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അത് യൂസ് ചെയ്യാതിരിക്കുക. ഓരോ സിറ്റുവേഷൻസിനും ആപ്റ്റ് ആയിട്ടുള്ള ഓരോ വേർഡ്സ് ഉണ്ടായിരിക്കും. സോ അതിന് എന്ത് ചെയ്യുക, അവിടെ കറക്റ്റായിട്ട് അറിയാൻ ഉള്ള വേർഡ് അവിടെ യൂസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇൻകറക്റ്റായിട്ടുള്ള ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യരുത്. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദറ്റ് ഇസ് യൂസ് എ റേഞ്ച് ഓഫ് വൊക്കാബുലറീസ്. അതായത് കോമൺ ആയിട്ടുള്ള വേർഡ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് അറിയാവുന്ന മീനിങ് ഷുവറായിട്ട് നിങ്ങൾക്ക് അറിയാം അത് കറക്റ്റ് ആ ഒരു മീനിങ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൊക്കാബുലറീസ്, ഡിഫറെൻറ്റ് വേർഡ്സ് നിങ്ങൾ ലേൺ ചെയ്യുക, അതിവിടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. Then you do not have to repeat words and phrases from the exam question unless there is no alternative. നിങ്ങൾക്കറിയാം, നമുക്ക് പാരഫ്രൈസ് ചെയ്യുന്ന ടൈമിൽ ക്വസ്റ്റ്യനെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. എന്ത് ചെയ്യണം, അവിടെ പാരഫ്രൈസിങ് കൊടുക്കണം. അതായത് വേറെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യുകയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വേർഡിൻ്റെ സിനോണിം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാതിരിക്കുക. മാക്സിമം സിനോണിംസ് യൂസ് ചെയ്തിട്ട് പാരഫ്രൈസ് ചെയ്യുക. കാരണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ അതിനെ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എക്സാമിനർ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേർഡ്സിന് മീനിങ് കറക്റ്റായിട്ട് അറിയാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വേറെ സിനോണിംസ് യൂസ് ചെയ്തിട്ട് അതിനെ റീഫ്രേസ് ചെയ്യണം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, യൂസ് സം ലെസ് കോമൺ വൊക്കാബുലറി. സോ കോമൺ ആയിട്ടുള്ള കുറേ വൊക്കാബുലറീസ് ഉണ്ടായിരിക്കും. നിങ്ങൾ റൈറ്റിംഗ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വൊക്കാബ്സ്, അല്ലെങ്കിൽ എല്ലാവരുടെയും പേപ്പറിൽ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് വൊക്കാബ്സ് ഒക്കെ ഉണ്ടല്ലോ. സോ അതിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വൊക്കാബുലറീസ്, വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറീസ് ലേൺ ചെയ്യുക, അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഡു നോട്ട് ഹാവ് ടു യൂസ് ദ സെയിം വേർഡ് മോർ ദാൻ വൺസ് ഓർ ട്വൈസ്. സോ നമ്മുടെ എല്ലാ സെഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു വേർഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് വേർഡ് റെപ്പിറ്റീഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേർഡ്സ് അറിയില്ല എന്നുള്ളതാണ് അവിടെ എക്സാം ഇൻവിജിലേറ്റർ നിങ്ങൾ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾ മനസ്സിലാക്കുന്നത്. യൂസ് പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം യൂസ് ചെയ്യുക. സോ കോമൺലി എന്താണ്, നമുക്കിപ്പോൾ ഒരു വേർഡിന് പല ചില കോണ്ടെക്സ്റ്റിൽ ഒരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ആ കോണ്ടെക്സ്റ്റുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന വേർഡ് എന്ത് ചെയ്യുക, എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻകറക്റ്റ് ആയിട്ടുള്ള യൂസേജസ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസിൽ നിങ്ങളുടെ ടാസ്ക് 1 എഴുതുന്ന ടൈമിലും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങനെയുള്ള ഒരു വൊക്കാബുലറീസ് നിങ്ങൾക്ക് പൈ ചാർട്ടിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആൻഡ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ് സെഷൻ ആൻഡ് ദിസ് session was very useful to you. Okay, so thank you all.